2x² a എന്നും y is equal to some u². u² എന്ന് പറഞ്ഞാൽ എന്താ സാധനം? യുയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസിന്റെ ചെയിൻ റൂൾ എന്താണെന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ എന്താന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്യും. നമ്മൾ ഈ എക്സിനെ എന്തെന്ന് വിളിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും, വൈ എന്നുള്ളത് എക്സിനനുസരിച്ചിട്ടാണ് വൈ കിട്ടുന്നത്, അതുകൊണ്ട് അതിനെ വൈനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കും. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ആകുന്ന കേസിലാണ് നമ്മൾ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാറ്. ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് ആവുന്ന കേസിൽ എന്ത് വരും? ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് വരും. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെഡ് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ ആണ്. 2 വേരിയബിൾ ആണ് ഇവിടെ വരുന്നത്. എക്സും വൈയും ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ദാറ്റ് മീൻസ് മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഒന്ന് കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ വേരിയബിളിൽ നമ്മളൊരു ചെയിൻ റൂൾ പറയും. വൺ വേരിയബിളിൽ നമുക്കൊരു ചെയിൻ റൂൾ അറിയാം. അതേപോലെ 2 വേരിയബിളിൽ ആ ചെയിൻ റൂൾ എങ്ങനെയാണ്, അതേപോലെ 3 വേരിയബിളിൽ എങ്ങനെയാണ്, ജനറലി x1 x2 എക്സെട്ര xn n ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്താണ് എന്നുള്ളതാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെയിൻ റൂൾ എന്താന്നുള്ളതാണ് നമുക്ക് ഈ സെഷനിലൂടെ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഈ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നേരെ 2 വേരിയബിളിലേക്ക് ചെന്ന് ചാടുന്നതിന് പകരം ആദ്യം 1 വേരിയബിൾ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 1 വേരിയബിളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞ് പിന്നീട് നമുക്ക് 2 വേരിയബിളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം 1 വേരിയബിളിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഒരു ചെയിൻ റൂളിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ചെയിൻ റൂൾ ഫോർ ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ. ഒരു 1 വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ചെയിൻ റൂൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. y ഈക്വൽ ടു 9x⁴ പ്ലസ് 6x² പ്ലസ് 1 എന്നുള്ളൊരു എക്സാമ്പിൾ എടുത്തു. ഇവിടെ നമ്മൾ dy/dx കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? dy/dx ഈക്വൽ ടു x⁴ 4 × x³ വരും. 9 × 4 36 വരും. 36x³ പ്ലസ് x² 2x വരും. 2 × 6 12 വരും. 12x പ്ലസ് 1 0 വരും. Therefore dy/dx ഈക്വൽ ടു 3x³ പ്ലസ് 12x. ഞാൻ അതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഞാൻ y ഈക്വൽ ടു 9x⁴ ഞാനൊന്ന് മാറ്റിയിട്ട് 3x² എന്നുള്ള രൂപത്തിൽ എഴുതി. 6x² 2 × 3x² എന്നുള്ള രൂപത്തിൽ എഴുതി. 1 അതേപോലെയും എടുത്തു. ഇവിടെ ഞാൻ 3x² a എന്നും
ഇവിടുത്തെ 3x² ഓൾറെഡി എ വിളിച്ചു. എ എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? a² പ്ലസ് 2a പ്ലസ് 1 എന്ന് വരും. a² പ്ലസ് 2a പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആരാണ്? a പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് a² പ്ലസ് 2a പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3x² പ്ലസ് 2 ഇൻറ്റു 3x² പ്ലസ് 1 എന്നുള്ളതിൽ എന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്നത് 3x² ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 3x² പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? y-നെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി. y ഈസ് ഈക്വൽ ടു 3x² പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഈ y-നെ ഞാൻ y ഈസ് ഈക്വൽ ടു 3x² പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അതിൽ 3x² പ്ലസ് 1-നെ നമ്മൾ സം u എന്ന് വിളിച്ചാൽ y-ന് എന്ത് ചെയ്യാം? y ഈക്വൽ ടു സം u² എന്ന് എഴുതാം. y ഈസ് ഈക്വൽ ടു സം u². u² എന്ന് പറഞ്ഞാൽ എന്താ സാധനം? യുയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതിനെ ഞാൻ സം g ഓഫ് u എന്ന് വിളിച്ചു. ദാറ്റ് മീൻസ് g ഓഫ് u ഈക്വൽ ടു u² ആണ്. where g is the function given by g of u is equal to u². u ആരാ? u ഈക്വൽ ടു 3x² പ്ലസ് 1 ആണ്. യുവിനെ നമ്മൾ വിളിച്ചത് 3x² പ്ലസ് 1 എന്നാണ്. u എന്താണ്? എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ യുവിനെ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഞാൻ നൊട്ടേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ ഞാൻ എഫ് ഓഫ് യു ആയിട്ടും ഇവിടെ ഞാൻ ജി ഓഫ് എക്സ് ആയിട്ടും എടുത്തു. നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ നൊട്ടേഷൻ തന്നെ ഞാൻ യൂസ് ചെയ്തത്. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു വിച്ച് ഈസ് ഈക്വൽ ടു u². therefore y ഈസ് ഈക്വൽ ടു u² എന്ന് എഴുതി. u എന്ന് പറഞ്ഞാൽ 3x² പ്ലസ് 1 ആണെന്ന് അറിയാം. യുവിനെ നമ്മൾ എക്സിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് സം g ഓഫ് എക്സ് എന്ന് എഴുതി. ഇനി നമ്മൾ എഫ് ആരാണ്? യുയിലുള്ള ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? df ബൈ du കാണാം. f is a function of u, therefore we can find df by du, which is equal to, ഈ സൈഡിൽ df by du ഇവിടെ കൊടുത്തതുപോലെ ഈ സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? d by du ഓഫ് y, that is equal to രണ്ട് സൈഡ് d by du ഓഫ് u² വരും. u²ന്റെ ഡെറിവേറ്റീവ് 2u. ഇനി നമുക്ക് ഇതേപോലെ g ആരാ? എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. g എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് g-ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കാണാം? എക്സിലുള്ള ഡെറിവേറ്റീവ് കാണാം. d by dx ഓഫ് g, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പുറത്തെ സൈഡത്ത് നമുക്ക് പിന്നെ ഇതാ, ഈ സൈഡിലും ഇതേപോലെ ഇതാണെങ്കിൽ d by dx ഓഫ് g എന്തിന് ഈക്വൽ ആണ്? യുവിന് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? d by dx ഓഫ് u, ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സിൽ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് x²ന്റെ ഡെറിവേറ്റീവ് 2x വരും. 2 into 3 6x, and the derivative of 1 is 0. 6x plus 0 എന്ന് എഴുതാം. 0 എഴുതണമെന്നില്ല. du by dx 6x ആണ്. dy by du 2u ആണ്. നമുക്ക് കിട്ടിയത്, ഞാൻ f എന്നുള്ള നൊട്ടേഷൻ ഒന്ന് മാറ്റിയിട്ട് 2u ഇങ്ങോട്ട് എഴുതാം, ഈക്വൽ ടു 2u, ആൻഡ് du by dx is equal to 6x. ഇതിനെ ഞാൻ സം ഇക്വേഷൻ നമ്പർ 2 എന്നും ഇതിന് ഞാൻ സം ഇക്വേഷൻ നമ്പർ 3 എന്നും മാർക്ക് ചെയ്തു. u ആരാ? u എന്ന് പറഞ്ഞാൽ 3x² പ്ലസ് 1 ആണ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 2 എന്തായിട്ട് മാറും? dy by du is equal to 2 into 3x² പ്ലസ് 1 വരും. നമ്മൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഒന്ന് എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? dy by du is equal to dy by du equal to
2 into 3x square plus 1 എന്നും ആൻഡ് du by dx equal to 6x എന്നും കിട്ടും. ഇതിന് നമ്മൾ നമ്പർ 2 എന്നും ഇതിനെ നമ്മൾ നമ്പർ 3 എന്നും വിളിച്ചു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് dy by du ഈ സൈഡിലും ഇൻറ്റു du by dx വരും. 2ൻ്റെയും 3ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3x square plus 1 into 6x എന്നും വരും. ടോട്ടലി നമ്മൾ 6x into 2 12x വരും. 12xനെ ഉള്ളിലേക്ക് കൊടുത്താൽ എന്ത് വരും? 12x into 3x square plus 12x വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 into 3 36 x cube plus 12x. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുത്തു. dy by dx into dy by du into du by dx നമുക്ക് കിട്ടിയത് ഇയാളാണ്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്തു. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 പ്രകാരം dy by dx എന്താണെന്ന് അറിയാം. 36x cube plus 12x ന് ഈക്വൽ ആണ്. അത് നമുക്കൊന്ന് എടുത്തെഴുതാം. dy by dx is equal to 36x cube plus 12x. നമ്മൾ 1 എന്ന് എഴുതിയ ഇക്വേഷൻ ആണ് ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതിയത്. 1ൻ്റെയും 2ൻ്റെയും റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം എന്താണ്? dy by dx എന്തിന് ഈക്വൽ ആണ്? dy by du into du by dx ന് ഈക്വൽ ആണെന്നാണ് നമ്മൾ ഈ എക്സാമ്പിളിലൂടെ ഒബ്സർവ് ചെയ്ത കാര്യം. ആൻഡ് എങ്ങനെ കൊടുത്ത സമയത്താണ് കിട്ടിയത്? y is equal to f of u ആയിരുന്നു ആൻഡ് u equal to g of x ആയിരുന്നു. നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ u എന്നുള്ളതും y എന്നുള്ളതും രണ്ടാൾക്കാരാണ്. y എന്നുള്ളത് f of u ആണ്. u ആരാണ്? g of x ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം dy by dx is equal to dy by du into du by dx. That means we have observed that if y is equal to f of u and u equal to g of x, then dy by dx equal to dy by du into du by dx. ഇനി നമുക്ക് ഈ കാര്യങ്ങളെ മറ്റൊരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്താൽ ഞാൻ ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും കൊടുത്തു. 1 ആയിട്ട് ഞാൻ എടുത്തത് y is equal to f of u എന്നും u equal to g of x എന്നുള്ള ടോട്ടൽ സിസ്റ്റത്തിന്. അതിന് നമ്പർ ഒന്നും കൊടുക്കണം എന്നില്ല. ജസ്റ്റ് ആ ഒരു ലൈൻ ആയിട്ട് ട്രീറ്റ് ചെയ്താലും മതി. y is equal to f of u, u equal to g of x ന് ഞാൻ ഒന്ന് താഴോട്ട് ചെയ്തിട്ടുണ്ട്. y equal to f of u ന് പകരം ആരെ കൊടുത്തു? u ആരാന്ന് നമുക്കറിയാം, g of x ആണെന്നറിയാം. f of g of x എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? f കോമ്പോസിറ്റ് g of x ആണ്. രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റ് എടുക്കുമ്പോഴാണ് f കോമ്പോസിറ്റ് g is defined by f of g of x. y of x is equal to f of g of x എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ y ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? രണ്ടാമത്തെ ലൈനിലുള്ള ആളെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ d by dx of y എന്നുള്ളത് ആരാണ്? f of g of x ആണ്. f of g of x equal to d by du of y equal to f of g of x. d by du of y ആരാണ്? f of, ഇവിടെ u ഉള്ളതായതുകൊണ്ട് നമ്മൾ f of u എന്ന് എഴുതുന്നുണ്ട്. y ആരായിരുന്നു? f of u നമുക്കറിയാം. ആൻഡ് ഇൻറ്റു du by dx ന് d by dx of u ആരായിരുന്നു? g of x. d by dx of g of x. Therefore, d by dx of f of g of x is equal to d by du of f of u into d by dx of
ജി ഓഫ് എക്സ് എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. കാരണം y എഫ് ഓഫ് യു ആണ്, യു ജി ഓഫ് എക്സ് ആണ് താനും. ഇനി എഫ് ഓഫ് യു എന്നുള്ള ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറ് എന്താണ്? എഫ് ഡാഷ് ഓഫ് യു. ആൻഡ് ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജി ഡാഷ് ഓഫ് എക്സ് എന്നും ഡിനോട്ട് ചെയ്യും. ഇവിടെ എന്താണ്? എഫ് കോമ്പോസിറ്റ് ജി അല്ലെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിനെ നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ള ക്വാണ്ടിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യുന്നു, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡാഷ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് യു. യു ആരായിരുന്നു? യു ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഈ സൈഡില് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡാഷ്. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്തത്, നമ്മൾ ഓൾറെഡി ഒരു കാര്യം എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു, dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആണെന്ന്. അതിനെ നമ്മൾ ഫംഗ്ഷൻസിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ ഫോർ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ എന്ന് വിളിക്കുക. ചെയിൻ റൂൾ ഫോർ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ. ഒരു വേരിയബിളിലുള്ള ഫംഗ്ഷൻ തരുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെയിൻ റൂളിനെയാണ് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇവിടെ എന്താ ചെയ്തത്? കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഔട്ടർ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫിന്റെ ഡെറിവേറ്റീവ് കണ്ടു, ഇൻറ്റു ഇന്നർ ഫംഗ്ഷൻ ആയിട്ടുള്ള ജിന്റെ ഡെറിവേറ്റീവ് കണ്ടു. നമ്മൾ സാധാരണ എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ സാധാരണ പെട്ടെന്ന് നമുക്കറിയാവുന്ന രൂപത്തിൽ നമ്മൾ എഴുതാറുണ്ട് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ്. യഥാർത്ഥത്തിൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻസ് ആണ്. ആരൊക്കെ എടുത്താൽ മതി? എഫ് ഓഫ് എക്സ് സൈൻ എക്സും ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആക്കി എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ത് വരും? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താ? ഉള്ളിൽ എന്തിട്ട് കൊടുത്താലും അയാളെ സ്ക്വയർ ആക്കിയിട്ട് പുറത്തേക്ക് വരും. എക്സ് ഇട്ട് കൊടുത്താൽ എക്സ് സ്ക്വയർ ആക്കി തരും, വൈ ഇട്ട് കൊടുത്താൽ വൈ സ്ക്വയർ ആക്കി തരും. എന്തിട്ട് കൊടുത്താലും അയാളെ സ്ക്വയർ തലയിൽ കൊണ്ട് വരുന്ന രൂപത്തിൽ ജി ഇത് പുറത്തേക്ക് വരും. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ഇനി എഫ് ആരാ? ഉള്ളിൽ എന്തിട്ട് കൊടുത്താലും, എഫ് എന്ന് പറഞ്ഞ ഒരു മെഷീനാണ്, ആ മെഷീൻക്ക് നമ്മൾ എന്തിട്ട് കൊടുത്താലും സൈൻ ഓഫ് ഇട്ടെടുത്ത സാധനമായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ ഇട്ടെടുക്കുന്നത് എക്സ് ആണ്, അതുകൊണ്ട് സൈൻ ഓഫ് എക്സ് കിട്ടും. ഇവിടെ ഇട്ടെടുക്കുന്നത് ആരാ? എക്സ് സ്ക്വയർ ആണ്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് സൈൻ എക്സ് സ്ക്വയർ. അപ്പൊ സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻസ് ആണ്. എഫ് ഓഫ് എക്സ് ആയിട്ടുള്ള സൈൻ ഓഫ് എക്സും ജി ഓഫ് എക്സ് ആയിട്ടുള്ള എക്സ് സ്ക്വയർ എടുത്താൽ ഇവർ രണ്ടാളും കൂടി കോമ്പോസിഷൻ എടുക്കുന്ന സമയത്താണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് കിട്ടുക. ദാറ്റ് മീൻസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമ്മളിപ്പോ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം എഫ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡാഷ് കാണാൻ, അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്നർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഔട്ടർ ഫംഗ്ഷൻ ആരാ? എഫ് ഡാഷ്. എഫ് ആരാ? എഫ് ഈസ് സൈന്. സൈനിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്തറിയാം? കോസ് ആണെന്നറിയാം. കോസ് ഓഫ് ഇവിടെ വരുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഇന്നർ ഫംഗ്ഷൻ ആയിട്ടുള്ള ജി എക്സ് സ്ക്വയർ ആണ്, ജിന്റെ ഡെറിവേറ്റീവ് 2x വരും. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ സൈൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x ആണെന്ന് പറയുന്നത്. അതായത് ചെയിൻ റൂൾ ഫോർ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്തത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡിഫറൻഷിയേഷൻ എങ്ങനെ എന്നുള്ളതാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ റൂൾ. യഥാർത്ഥത്തിൽ ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള റിസൾട്ട് ആണ് ചെയിൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ചെയിൻ റൂളിനെ എങ്ങനെ നമ്മുടെ 2 വേരിയബിളിലേക്കും 3 വേരിയബിളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനു മുന്നായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്തിട്ടൊന്ന് എഴുതാം. കൺക്ലൂഷൻ എന്തായിരുന്നു?
നമുക്കൊരാൾ തന്നിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു. അയാൾ ഡിഫറൻഷ്യബിൾ ആണെന്ന് കരുതുക. അതായത് അയാൾ ഡിഫറൻഷ്യബിൾ ആണെങ്കിലും ആണല്ലോ dy ബൈ ഡി എക്സിനെ പറ്റിയിട്ട് പറയാൻ പറ്റുക. y എന്നുള്ളത് എഫ് ഓഫ് യു ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. എവിടെയാണ് ഡിഫറൻഷ്യബിൾ ഉള്ളത്? എഫ് ഓഫ് യു ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് യു ഈക്വൽ ടു ജി ഓഫ് എക്സ്. അതിൽ ആ y പാർട്ട് മാത്രം ഒഴിവാക്കിയിട്ട് നമുക്ക് എഴുതാം എഫ് ഓഫ് യു എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നിക്കണം. ആ ഫംഗ്ഷന് യു ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഇനി ജി എന്നുള്ള ആളുടെ പ്രത്യേകത എന്താണ്? എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയിൻ റൂൾ പ്രകാരം കിട്ടുന്ന റിസൾട്ട് എഴുതിയത് എഫ് ഓഫ് ജി ഓഫ് എക്സ് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും ഔട്ടർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്നർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് നമ്മുടെ കൺക്ലൂഷന് എഫ് ഓഫ് യു എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നിക്കണ്. അയാള് ഡിഫറൻഷ്യബിൾ ആണ് യു ഈക്വൽ ടു ജി ഓഫ് എക്സ് ആവുന്ന പോയിന്റിൽ. പ്രത്യേകത ജിന്റെ പ്രത്യേകത ജി ഡിഫറൻഷ്യബിൾ ആണ് എക്സ് എന്നുള്ള പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് കോമ്പോസിറ്റ് ജി എന്നുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ഡിഫൈൻഡ് ബൈ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. അയാള് ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഏത് പോയിന്റിൽ? എക്സ് എന്നുള്ള പോയിന്റിൽ. ആൻഡ് എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആണ്? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സിന് ഈക്വൽ ആണ്. ഇനി നമ്മള് എഫ് ഓഫ് യുവിനെ സം വൈ എന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് യു ഈക്വൽ ടു വൈ ഇഫ് എഫ് ഓഫ് യു ഈക്വൽ ടു വൈ ആൻഡ് യു ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഓഫ് യു എന്നുള്ള സാധനത്തിന് നമ്മൾ വൈ എന്ന് വിളിച്ച സമയത്ത് നമുക്ക് ഈ സാധനത്തിന്, അതായത് നമ്മൾ കോമ്പോസിറ്റിന്റെ ടേമിൽ ഡെറിവേറ്റീവ് കണ്ട ഈ ടേമിന് നമുക്ക് വേറൊരു എക്സ്പ്രഷൻ കിട്ടി. dy by dx ഈക്വൽ ടു dy by du ഇൻറ്റു du by dx. ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടെ d by du ഓഫ് y എന്ന് പറയുന്നതിൽ എവിടെയാണ് ഇയാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? dy by du ഈസ് ഇവാലുവേറ്റഡ് അറ്റ് g of u. g of u എന്നുള്ള പോയിന്റിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് യു ജി ഓഫ് യു എന്നുള്ള പോയിന്റിലാണ് അയാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ജി ഓഫ് എഫ് ഓഫ് യു ആണ്. യു ആരാണ്? ജി ഓഫ് എക്സ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് എന്ത് വരും? ജി ഓഫ് യുലാണ് അയാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു രൂപത്തിൽ നൊട്ടേഷൻ കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെബനീസ് നൊട്ടേഷൻ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ചെയിൻ റൂൾ ആണ്. ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ഫംഗ്ഷനെ എടുക്കുന്ന സമയത്ത് അതിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയിൻ റൂളിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ സാധാരണ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ തന്നാൽ ആ കോമ്പോസിറ്റ് ഫംഗ്ഷനെ നമ്മൾ സാധാരണ ഒരു ആരോ ഡയഗ്രാം പോലെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമുക്ക് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്നുള്ള ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ തന്നു എന്ന് കരുതുക. അയാളാണല്ലോ നമ്മുടെ എഫ് ഓഫ് യു എന്നുള്ള കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് y. അയാളെ ഞാൻ സം y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്ന് വിളിച്ചു. ഇനി യു ആരാ? യു ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. യു ഈക്വൽ ടു ജി ഓഫ് എക്സ്, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു. നമുക്ക് കാണേണ്ടത് എവിടെയാണ്? എക്സ് എന്നുള്ള പോയിന്റിലാണ് ഇയാളുടെ ഡെറിവേറ്റീവ്, വൈന്റെ ഡെറിവേറ്റീവ് കാണേണ്ടത്. എക്സിനെ ജി എന്നുള്ള ഫംഗ്ഷൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എക്സിനെ ജി എന്നുള്ള ഫംഗ്ഷൻ യുയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഫംഗ്ഷൻ ആരാ? യു എന്നുള്ള പോയിന്റിനെ വൈ എന്നുള്ള പോയിന്റിലേക്ക് എഫ് എന്നുള്ള ഫംഗ്ഷൻ കൊണ്ടുപോകുന്നു. എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിന് ഈ പോയിന്റിലേക്ക് ഒരു ഫംഗ്ഷൻ കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. ഇനി ജി ഓഫ് എക്സിന്റെ പ്രത്യേകത എന്താ?
ജി ഓഫ് എക്സ് എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ്. ജി ഓഫ് എക്സ് എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതിനെ നമുക്ക് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ജി അറ്റ് ദി പോയിന്റ് എക്സ്. എക്സിലുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ജി ഡാഷ് ഓഫ് എക്സിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ജി എന്ന് എഴുതാം. ജിക്ക് പകരം ആരെ കൊടുക്കാം? യു കൊടുക്കാം. ഇനി വൈന്റെ പ്രത്യേകത എന്താ? വൈ എഫ് ഓഫ് യു, എഫ് എന്നുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് ദ പോയിന്റ് യു കിട്ടും ഓഫ് എഫ്. റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് ദി പോയിന്റ് യു ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ഡാഷ് ഓഫ് യു വരും. അതിനെ നമുക്ക് എന്ത് കൊടുക്കാം? എഫ് ഡാഷ് ഓഫ് യു എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി യു ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് കോമ്പോസിറ്റ് ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഫൈൻഡ് ചെയ്യാം. അത് നമുക്ക് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ആയിട്ട് കിട്ടിയത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഗിവൺ ബൈ ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് വേർ വൈ ഈസ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിറ്റ് ജി ആണ് വൈ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വരച്ച കാര്യങ്ങളിൽ പുതുതായിട്ട് വരച്ചത് മാത്രം കൊണ്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗിവൺ ഫംഗ്ഷൻ തന്നിക്കണ ആര്? y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് പകരം എഫ് ഓഫ് യു എന്ന് പറഞ്ഞു. പക്ഷെ ഈ യു ആരാ? എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വൈനെ, അതായത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കാണാൻ അതിനെയാണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എഴുതിയത്. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? വൈനെ യുല് ചെയ്തിട്ട് യുനെ ഡി ജി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാല് ഡി യു ബൈ ഡി എക്സ് വരും. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് വരും. യുനെ എക്സിൽ ഡെറിവേറ്റീവ് കണ്ടതിന് ഈക്വൽ ആയിരിക്കും. ഇത് ഞാൻ ഇങ്ങനെ വെർട്ടിക്കൽ മോഡൽ എഴുതിന് പറയാം. നേരെ കുത്തിന് എഴുതുകയാണെങ്കിൽ എന്ത് വരും? ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതിയതിന് പകരം നേരെ വെർട്ടിക്കൽ മോഡൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ആരെ തന്നു? വൈനെ തന്നു. വൈ ആരാ? വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു ആണ്. ഇനി യു ആരാ? ജി ഓഫ് എക്സ് ആണ്. എക്സ് എന്നുള്ള പോയിന്റ് നിന്നിക്കണം. വൈന് യുല് ചെയ്യുന്ന സമയത്ത് ആരെ കിട്ടി? ഡി വൈ ബൈ ഡി യുനെ കിട്ടി. അയാളെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. പിന്നീട് നമ്മൾ യുനെ എക്സിൽ ചെയ്യുന്ന സമയത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് യുവും കിട്ടി. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഡി യു ബൈ ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടലി ഡി വൈ ബൈ ഡി എക്സ്, അതായത് വൈനെ എക്സിൽ ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈ ഒരു രൂപത്തിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ്. ആൻഡ് ഫൈനലി കൺക്ലൂഡഡ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സിന് ഈക്വൽ ആണ്. ഇതാണ് ചെയിൻ റൂൾ ഫോർ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ. നമ്മൾ ഇതിനെ ലെബനീസ് നൊട്ടേഷൻ എന്ന് വിളിക്കും. വൈ എഫ് ഓഫ് യുനെ വൈ എന്നും ജി ഓഫ് എക്സിനെ യു എന്ന് കൊടുക്കും. ജി ഓഫ് എക്സ് യു ആണ്. എഫ് ഓഫ് യുനെ നമ്മൾ സം വൈ എന്ന് വിളിക്കുന്ന രൂപത്തിൽ ഡിനോട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു നൊട്ടേഷൻ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ റിസൾട്ട് തന്നെ പറയുന്ന സമയത്ത് എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ആര് വരും? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് വരും. അപ്പൊ നമ്മുടെ വൺ വേരിയബിളിൽ എങ്ങനെ ചെയിൻ റൂൾ പറയുന്നു ഡീൽ ചെയ്തു. വൺ വേരിയബിളിൽ പറയാൻ വേണ്ടിയിട്ട് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്നുള്ളൊരു ഫംഗ്ഷൻ തരും. അതിൽ യു എന്തായിക്കാരം? എക്സിലുള്ള മറ്റൊരു ഫംഗ്ഷൻ ആയിക്കാരം. അങ്ങനെയാണെങ്കിൽ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് വൈനെ യുല് ചെയ്യുക, യുനെ എക്സിൽ ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് യു അവ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ റിസൾട്ട് പറയുന്നത്.
ഇനി നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താ? 2 വേരിയബിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നു, എഫ് ഓഫ് എക്സ് കോമ വൈ. 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള എക്സും വൈയും എന്താവും? മറ്റു ടേം ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു സം ജി ഓഫ് യു ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സം എച്ച് ഓഫ് യു എന്നുള്ള രൂപത്തിൽ. അതായത് യുയിലുള്ള മറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതിന് പകരം എഫ് ഓഫ് യു എഴുതി. യു ആരായിരുന്നു? വേറൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ യു എന്ന് ചെയ്ത എഫ് ഓഫ് എക്സ് കോമ വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് യു കോമ വി ചെയ്തും. യു എക്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും, വിയും എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. അത്തരം കേസസിൽ എങ്ങനെ ചെയിൻ റൂൾ പറയും, അതേപോലെ 3 വേരിയബിൾ എക്സെട്ര n വേരിയബിളിൽ ചെയിൻ റൂൾ എങ്ങനെ പറയും എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. അതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. ഇതേപോലെ തന്നെയാണ് നമുക്ക് അവിടെയും പറയേണ്ടത്. ഈ റിസൾട്ട് എന്ത് ചെയ്താൽ മതി? 2 വേരിയബിളിലേക്കും 3 വേരിയബിളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. പക്ഷെ 2 വേരിയബിളിലും 3 വേരിയബിളിലും പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം 2 വേരിയബിളിലേക്കും 3 വേരിയബിളിലേക്കും പറയുമ്പോൾ നമ്മൾ 2 വേരിയബിളിലും 3 വേരിയബിളിലൊക്കെ ഡെറിവേറ്റീവിന് പകരം ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഡിഫൈൻ ചെയ്തത്, പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള ടേം. അപ്പൊ ചെയിൻ റൂൾ എന്തിന്റെ ടേമിലായിരിക്കും? പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ടേമിലായിരിക്കും പറയുക. ഈ ഒരു റിസൾട്ട്, ഈ ഒരു ഡയഗ്രാം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ കഴിയും. നമുക്ക് അടുത്ത സെഷനുകളിലായിട്ട് 2 വേരിയബിളിന്റെയും n വേരിയബിളിന്റെയും 3 വേരിയബിൾ എക്സെട്ര ടോട്ടലി n വേരിയബിളിന്റെ ചെയിൻ റൂൾ എങ്ങനെ പറയുന്നു ബൈ യൂസിങ് ദ ചെയിൻ റൂൾ ഫോർ 1 വേരിയബിൾ. ചെയിൻ റൂൾ ഫോർ 1 വേരിയബിൾ എങ്ങനെ പറഞ്ഞു അതുപോലെ ചെയിൻ റൂൾ ഫോർ 2 വേരിയബിൾ ആൻഡ് എക്സെട്ര n വേരിയബിൾ എങ്ങനെ പറയും എന്നുള്ളതും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളും നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലായിട്ട് ഡീൽ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.